ശാന്തേ, എല്ലാവർക്കും ചായ എടുക്ക. വേഗം. ശരി ശാരദേ, അപ്പോ ചായ കുടിച്ചാലുടനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. അയ്യോ, അതെങ്ങനെയാ ശരിയാവുക? നാളുകൾക്ക് ശേഷം സന്തോഷമുള്ളൊരു ദിവസമല്ലേ. ഊണൊക്കെ കഴിഞ്ഞ് സാവകാശം പോയാ മതി. പിന്നെ സത്യമോള് സ്കൂളിൽ നിന്ന് വന്നിട്ടല്ലേ പോവാൻ പറ്റും. ശാലിനി ഞങ്ങള് കൊണ്ടുപോകുന്നതിന് സത്യം എന്തിനാ സ്കൂളിൽ നിന്ന് വരുന്നത്? അല്ല, അപ്പം അവളില്ലാതെ സത്യമോൾ ഇവിടെയല്ലേ നിൽക്കുന്നത്? അവള് സ്കൂളിൽ നിന്ന് വരുമ്പോ നിങ്ങൾ വിവരം പറഞ്ഞാ മതി. ശാലിനി, മനസ്സിലായില്ല. അപ്പം സത്യമോളെ ഒപ്പം ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ദേ, ഞങ്ങൾ കൊണ്ടുപോകുന്നത് വിഷ്ണുവിന്റെ ഭാര്യയെ മാത്രം. വിഷ്ണുവിന് ജനിക്കാത്ത കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല. അത് എന്തൊരു കടഭാമി നീ പറയുന്നേ? സത്യമോളില്ലാതെ ശാലിനി എങ്ങനെയാ? രാഘവേട്ട, വിഷ്ണുവിന്റെ കൂടെ ഇവൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവള് വരണം. രാഘവേട്ട, ഇത് നേരത്തെ പറയേണ്ട ആവശ്യം എന്താ? കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്. മോളെ, നീ എന്തെങ്ങനെ നിൽക്കുന്നേ? ഇവർ പറഞ്ഞു കേട്ടില്ലേ? നിന്നെ സത്യമോളെ ഒരുമിച്ച് കൊണ്ടുപോകാനല്ല ഇവർ വന്നിരിക്കുന്നത്. ശാരദാമ്മേ, ആർക്കോ ജനിച്ച കുട്ടിയെ ഞാൻ എന്തിനാ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? ഇല്ലെങ്കിൽ ഇവള് പറയട്ടെ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന്. രാഘവേട്ട, എന്റെ ചോദ്യത്തിന് ഇവള് മറുപടി പറയട്ടെ. ആരാ ഇവൾക്ക് അങ്ങനെ ഒരു ദിവ്യ ഗർഭം കൊടുത്തതെന്ന് ഇവള് പറയട്ടെ. എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? സത്യമേ, ഇതെന്റെ വീടാ. ഞാനും എന്റെ ഭർത്താവും എന്റെ മക്കളും കൂടി താമസിക്കുന്ന എന്റെ സ്വന്തം വീട്.